അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് ഓഫ് മെട്രിക്സ് ആണ്. നമുക്കിത് ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്സർവേഴ്സ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ഓപ്പറേറ്റർ. ഒബ്സർവേഴ്സ് എന്ന് വെച്ചാൽ ഡൈനാമിക്കൽ ക്വാണ്ടിറ്റീസ്, അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡൈനാമിക്കൽ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ കൈനറ്റിക് എനർജി, ആംഗുലർ മൊമെൻറ്റം, ഇതെല്ലാം ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ഓപ്പറേറ്റർ. സപ്പോസ് നമുക്ക് ഇപ്പോൾ കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ കൈനറ്റിക് എനർജി റെപ്രസെൻറ്റഡ് ബൈ കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ, അതായത് നമുക്ക് കെ ക്യാപ്പ് എന്നിങ്ങനെ എഴുതും. ഓപ്പറേറ്റേഴ്സാണ്. ഇപ്പോൾ എനർജി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാപ്പ് എന്ന എനർജി ഓപ്പറേറ്റർ, ആംഗുലർ മൊമെൻറ്റം എല്ലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തത് ഇത് ഒബ്സർവേഴ്സാണ്. ഇതെല്ലാം ഓപ്പറേറ്റേഴ്സ് ആയിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഓപ്പറേറ്റർ സപ്പോസ് നമ്മളൊരു സ്റ്റേറ്റിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ടൈംസ് ദ സെയിം സ്റ്റേറ്റ് കിട്ടുവാണെങ്കിൽ അതൊരു നമ്പർ ആയിരിക്കാം. അതായത് ഒരു ഓപ്പറേറ്റർ എ, ഇതൊരു ഓപ്പറേറ്റർ ആണെന്നിരിക്കട്ടെ. ഇത് ക്യാൻ ബി എനിത്തിങ്, കൈനറ്റിക് എനർജി, ആംഗുലർ മൊമെൻറ്റം, എനിത്തിങ് ആവും. ഇതൊരു സ്റ്റേറ്റ് സൈയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ്, സംതിങ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു ദ സെയിം സ്റ്റേറ്റ്സ് സൈ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ദിസ് ഈസ് ആൻ ഈഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ ഈഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ കെനെ വിളിക്കുന്ന പേര് ഈഗൻ വാല്യൂ എന്നും ഈ സൈനെ വിളിക്കുന്ന പേര് ഈഗൻ വെക്റ്റർ എന്നുമാണ്. ഞാൻ പറഞ്ഞു സെയിം സ്റ്റേറ്റ് കിട്ടണം. സെയിം സ്റ്റേറ്റ് കിട്ടാതെ ഇപ്പോൾ എ ആക്ടിങ് ഓൺ എ സ്റ്റേറ്റ് സൈ, ഇറ്റ് വിൽ ചേഞ്ച് ടു എ ന്യൂ സ്റ്റേറ്റ് സൈ പ്രൈം ആണെങ്കിൽ വിത്ത് സം കോൺസ്റ്റൻറ്റ് ഇവിടെ കെ പ്രൈം ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈഗൻ വാല്യൂ ഇക്വേഷൻ. ഇറ്റ്സ് നോട്ട് ആൻ ഈഗൻ വാല്യൂ ഇക്വേഷൻ. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും, മെഷർമെൻറ്റ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. പക്ഷെ നമുക്ക് ഇവിടുത്തെ കേസിൽ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതായത് എ ആക്ടിങ് ഓൺ സൈ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു സൈ, ഈ ഈഗൻ വാല്യൂ ഇക്വേഷൻ ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനും ഈഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു ഓപ്പറേറ്റർ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇപ്പം dx എന്ന് പറയുന്നൊരു ഓപ്പറേറ്ററാണ്. ആ ഓപ്പറേറ്റർ സപ്പോസ് e⁻⁻, നമുക്കൊരു -x ഈ ഒരു സ്റ്റേറ്റിൽ ആക്ട് ചെയ്യുമ്പം, സ്റ്റേറ്റിൽ ഒരു ഫങ്ഷനാണ് നമ്മളിരിക്കട്ടെ. സോ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ e⁻⁻x ഇൻറ്റു -1 കണ്ടോ, നമുക്ക് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ദ സെയിം ഫങ്ഷൻ കിട്ടി അല്ലേ. സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു സെയിം ഫങ്ഷൻ കിട്ടി. അപ്പോൾ ഇതൊരു ഈഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. ഇത് ഈഗൻ വാല്യൂ -1 ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് എ ആക്ടിങ് ഓൺ എ സ്റ്റേറ്റ് എക്സ് സൈ ഇസ് ഈക്വൽ ടു ലാംഡ ടൈംസ് ദിസ് സൈ. ഓക്കെ, എ ക്യാപ് ആക്ടിങ് ഓൺ സൈ ഇസ് ഈക്വൽ ടു ലാംഡ ടൈംസ് സൈ. ഇതാണ് ഇക്വേഷൻ. ഇത് ഓപ്പറേറ്റർ ഫോമിൽ ഒന്ന്. ഇത് നമ്മൾ നോർമലി എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഓപ്പറേറ്റർ മാറ്റി നമ്മൾ നോർമൽ ഫോമിൽ എഴുതിയപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ- ഇതിനെ ഇപ്പുറത്ത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എ- ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ. ഇതൊരു മെട്രിക്സ് ആണ്. അപ്പം ഈക്വേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ എടുക്കണം. ഡിറ്റർമിനൻ്റ് എടുക്കുമ്പം നമുക്ക് കിട്ടുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ്
എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് പ്ലസ് 0 എന്ന് കിട്ടും. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ മാത്രമേ 0 ആകത്തുള്ളൂ അല്ലേ. ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇതിൻ്റെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എക്സ് 0 ആവുന്ന കേസ്. ഇതാണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ ലാംഡ 1, ലാംഡ 2, ലാംഡ 3 അങ്ങനെ വാല്യൂസ് കിട്ടും. ഇതാണ് എൻ്റെ ഏഗൻ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോം എടുക്കും. അതിനകത്തുനിന്ന് കിട്ടുന്ന x1, x2, x3 നമ്മൾ കോളമായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് കിട്ടും. കെറ്റ് ഫോം, ബ്രാ ഫോം എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. അത് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മോഡ് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 നമ്മൾ ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് എന്ത് ഏഗൻ വാല്യൂസ് നമ്മൾ പറയുന്നത്. സോ ദ സെറ്റ് ഓഫ് ഏഗൻ വാല്യൂസ് of matrix A is known as spectrum of A. eigenvaluesനെ പറയുന്ന പേരാണ് spectrum of A. and largest eigenvalue is called spectral radius of A. കണ്ടോ, ഈ ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കാം. സ്പെക്ട്രൽ റേഡിയസ് ഓഫ് എ, ലാർജസ്റ്റ് ഏഗൻ വാല്യൂനെ പറയുന്ന പേരാണ് സ്പെക്ട്രൽ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെക്ട്രൽ റേഡിയസ് ഓഫ് എ. ഓക്കെ, ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ, ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദ ഏഗൻ വാല്യൂ ആൻഡ് ഏഗൻ വെക്റ്റേഴ്സ് ഓഫ് ദി ഫോളോയിങ് മെട്രിക്സ്. ഇതിനകത്തൂടെ നമ്മൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ നമുക്ക് ഏഗൻ വാല്യൂയും ഏഗൻ വെക്റ്റേഴ്സും കാണാം. സപ്പോസ് എ ഈസ് എ മെട്രിക്സ് 7 3 3 -1. ഇതിൻ്റെ നമുക്ക് ഏഗൻ വാല്യൂസും കണ്ടുപിടിക്കണം ആൻഡ് ഏഗൻ വെക്റ്റേഴ്സും കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ആദ്യം നോർമൽ വേയിൽ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെ ചെയ്യുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇതിൻ്റെ ഷോർട്ട് കട്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ 0. ഇതിൻ്റെ റൂട്ടായിരിക്കും ഏഗൻ വാല്യൂസ്. അപ്പോൾ എ എന്താണ് നമുക്കൊന്ന് എഴുതാം അല്ലേ. എ എന്താണ് 7 3 3 -1. ഇതാണ് മെട്രിക്സ്. മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് എന്താണ്, ലാംഡ 0 0 ലാംഡ, ഡിറ്റർമിനൻറ്റ് 0 അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്തോ 7 മൈനസ് ലാംഡ 3 3 -1 മൈനസ് ലാംഡ. യഥാർത്ഥത്തിൽ ഈ ഒറ്റ സ്റ്റെപ്പ് നമ്മൾ എഴുതാൻ അറിഞ്ഞിരിക്കണം. കാരണം ലാംഡ എന്ന് വെച്ചാൽ ലാംഡ 0 0 ലാംഡയാണ്. അപ്പോൾ ഏന്ന് ഡിഫറൻസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ എഫക്റ്റ് ചെയ്യത്തുള്ളൂ. 7 മൈനസ് ലാംഡ -1 മൈനസ് ലാംഡ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 7 മൈനസ് ലാംഡ ഇൻറ്റു -1 മൈനസ് ലാംഡ -9 ഈക്വൽ 0. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -7 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ -9 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ലാംഡ സ്ക്വയർ -6 ലാംഡ -16 ഈസ് ഈക്വൽ ടു 0. ലാംഡ ഈസ് ഈക്വൽ ടു 8 ആൻഡ് -2. ഇതാണ് രണ്ട് വാല്യൂസ്. കണ്ടോ, ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 8 -2. ഇനി ഇതാണ് ഇതിൻ്റെ ഏഗൻ വാല്യൂ. ഇനി ഏഗൻ വെക്റ്റർ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു, എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൾ 0 എന്ന് എഴുതണം. എക്സ് എന്ന് പറഞ്ഞൊരു കോളം വെക്റ്ററാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ മൈനസ് ലാംഡ എന്താണ് 7 മൈനസ് ലാംഡ 3 3 -1 മൈനസ് ലാംഡ ഇൻറ്റു x1 x2 x3 ഈക്വൾ 0 എന്ന് എഴുതാം അല്ലേ. ഫസ്റ്റ് ഫോർ ലാംഡ ഈക്വൾ ടു 8ന് ഈ ലാംഡ ഈക്വൾ 8 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമോ, നമുക്ക് ഏഗൻ വെക്റ്റർ അതിൻ്റെ കാണാം. രണ്ടിനും സെപ്പറേറ്റ് ഏഗൻ വാല്യൂ ഏഗൻ വെക്റ്റേഴ്സ് ആയിരിക്കും. സോ ലാംഡ ഈക്വൾ 8ന് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ -1 3 3 -9 അല്ലേ ഇൻറ്റു x1. ഇവിടെ പ്രശ്നമുണ്ട്, ഇവിടെ x2 ഉള്ളൂ കാരണം 2/2 മെട്രിക്സ് അല്ലേ. x1 x2 ഈക്വൾ ടു 0 അല്ലേ. അപ്പോൾ ഇത് -x1 പ്ലസ് 3x2 ഈക്വൾ 0 എന്ന് കിട്ടിയേ. 3x1 -9x2 ഈക്വൾ 0 എന്ന് കിട്ടിയേ.
ഇതൊന്നുകൂടി സോൾവ് ചെയ്ത് x1 - 3x2 = 0 എന്ന് കിട്ടിയേ. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 രണ്ടും ഒന്ന് തന്നെയാണ്, ഡിഫറൻ്റ് അല്ല. അപ്പോൾ ഒറ്റ ഇക്വേഷൻ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ x1 നമുക്ക് എന്തോ 3x2 എന്ന് കിട്ടും അല്ലേ. ഇപ്പോൾ സപ്പോസ് x2 നമ്മൾ k എന്ന് എടുത്തു കഴിഞ്ഞാൽ x1 എന്ന് വെച്ചാൽ 3k ആയിരിക്കും അല്ലേ, 3k ആയിരിക്കും. അപ്പോൾ നമുക്ക് x എന്ന് പറയുന്ന x1 എന്ന് ക്യാപിറ്റൽ x1 നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3k എന്ന് എഴുതാം അല്ലേ. പക്ഷേ ഇതിനെ നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ x1 ഡാഗർ x1 = 1. അതായത് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ പറയും ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കണം. പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ ദ ഹോൾ സ്പേസ് = 1. അതിനുവേണ്ടിയായി നോർമലൈസ് ചെയ്യുന്നത്. ഫിസിക്കലി ഇതിന് മീനിങ്സ് ഉണ്ട്. നമ്മളിപ്പം ഇതിനെ നോർമലൈസ് ചെയ്യേണ്ട മെത്തേഡ് അറിഞ്ഞിരിക്കുക. x1 ഡാഗർ x1 = 1. ഡാഗർ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. x1 ഡാഗർ എടുക്കുമ്പോൾ എന്തോ 3k × 3k = 1. അപ്പോൾ ഇത് 9k² 10k² = 9k² 10k² 1 k = 1/√10. ഇത് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കാണുമ്പോഴേ നമുക്ക് 1/√10 എന്ന് പറയാൻ പറ്റും. അപ്പോൾ x1 എന്ന് പറയുന്നത് 3/√10 1/√10. ഇത് ഒരു ഏഗൻ വെക്റ്റർ. ഇനി രണ്ടാമത്തത് ഫോർ ലാംഡ ഈസ് ഈക്വൽ ടു -2 -2ന് 9 3 3 1 ഇൻറ്റു x1 x2 = 0 എന്ന് കിട്ടും. അപ്പോൾ 9x1 + 3x2 = 0 എന്ന് കിട്ടും. അപ്പോൾ 3x1 + x2 = 0 എന്ന് കിട്ടും. അപ്പോൾ 3x1 = -x2 എന്ന് കിട്ടും. ഇത് തന്നെയാണ് അടുത്ത ഇക്വേഷൻ. അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം 3x1 + x2 = 0 എന്ന് തന്നെയാണ് നെക്സ്റ്റ് ഇക്വേഷൻ. ഒറ്റ ഇക്വേഷൻ എടുത്താൽ മതി. ഇപ്പോൾ x2 k എന്നാണെങ്കിൽ x1 k എന്നാണെങ്കിൽ x2 എന്ന് പറയുന്നത് -3k ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്യാപിറ്റൽ x2 എന്ന് പറയുന്നത് കിട്ടുന്നത് x1 ഇപ്പോൾ k എന്നാണെങ്കിൽ ഇത് -3k ആണ്. നോർമലൈസ്ഡ് ഏഗൻ വാല്യൂ x2n നോർമലൈസ്ഡ് ആണെങ്കിൽ 1/√10 -3/√10. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ്. നമുക്ക് 2 ഏഗൻ വെക്റ്റേഴ്സും കിട്ടിയില്ലേ? ഈ 2 ഏഗൻ വെക്റ്റേഴ്സും കിട്ടി. ഈ 2 ഏഗൻ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റാണ്. കാരണം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. കാരണം ഹെർമീഷ്യൻ മെട്രിക്സസിന് ഐഗൻ വെക്റ്റേഴ്സ് ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ഓർത്തോഗണൽ ടു ഈച്ച് അതർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാണുന്നത്. ഇനി നമുക്കിവിടെ എന്താണ് കിട്ടിയത്? ഈ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് ലാംഡ ഈസ് ഈക്വൽ ടു 8 and -2 എന്ന് കിട്ടിയില്ല? 8ഉം -2 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ നോക്കിയേ, ഈ മെട്രിക്സിൻ്റെ ട്രേസ് എന്താണ്? ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. ഇനി ഏഗൻ വാല്യൂസിൻ്റെ സം എന്താണ്? ഇവിടെ ഏഗൻ വാല്യൂസ് സം എന്താണ്? 8 - 2 അതും 6 ആണ്. സോ ഇവിടെ നിന്ന് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് സം ഓഫ് ഏഗൻ വാല്യൂസ് ഈക്വൽ ടു ട്രേസ് ഓഫ് മെട്രിക്സ്. ഇത് നമ്മൾ പ്രോപ്പർട്ടീസായിട്ട് അടുത്തത് പറയും, പക്ഷേ ഇതിലൂടെ ഓർത്തിരിക്കും. അതായത് നമുക്കിപ്പോൾ ഓപ്ഷൻസിൽ നമുക്ക് പെട്ടെന്നൊരു ഓപ്ഷൻസ് നമുക്ക് തരുമല്ലോ ഗേറ്റിനും നെറ്റിനും ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ഏഗൻ വാല്യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ സം എടുത്ത് നോക്കുമ്പം ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ട്രേസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അല്ലാതെ നമ്മൾ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഷോർട്ട് ട്രിക്ക് ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇത് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് വേറെ പ്രോപ്പർട്ടി ഉണ്ട്. ഡിറ്റർമിനൻറ്റ് ഓഫ് എ എടുത്ത് എന്ത് കിട്ടും? -7 - 9 = -16 ആണ് അല്ലേ. പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് എന്താണ് ഇവിടെ? പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് നമുക്ക് എന്താണ് കിട്ടുന്നത്? -16 ആണ്. അപ്പോൾ അടുത്ത റിസൾട്ടാണ് ഡിറ്റർമിനൻറ്റ് ഓഫ് മെട്രിക്സ് പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂ. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുറേ പ്രോപ്പർട്ടീസ് പറയാൻ, ഇത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ. പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രോപ്പർട്ടീസാണ്. കാരണം
ഇത് വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോഡക്റ്റ് എടുത്ത് നോക്കുക. അപ്പം ഈ മെട്രിക്സിനെ ഡിറ്റർമിനൻറ്റ് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ നിർത്താം. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. A = 2 - 4 4 - 2. Phase difference between the eigenvalues. Phase difference between the eigenvalues എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ 45 ഡിഗ്രി, ഓപ്ഷൻ ബി 60 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 180 ഡിഗ്രി. അപ്പോൾ നമ്മൾ എന്ത് വേണം? A - λ ഡിറ്റർമിനൻറ്റ് 0 എന്ന് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഞാൻ പറഞ്ഞു ഡയഗണൽ എലമെൻറ്റ് മാത്രം നെഗറ്റീവ് ചെയ്താൽ മതി. പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ് -λ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 - λ ഇൻറ്റു -2 - λ പ്ലസ് ഇത് മൈനസാണ്. ഓക്കെ, പ്ലസ് 16 = 0 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് λ² -12 എന്ന് കിട്ടും. λ ± 2√3 ആയി എന്ന് കിട്ടും. അപ്പോൾ ഒരു eigen വാല്യൂ എന്താണ്? 2√3 ആയി. രണ്ടാമത്തെ eigen വാല്യൂ എന്താണ്? -2√3 ആയി. നമുക്കറിയാം I ആണെങ്കിൽ എന്താണ് ഫേസ്? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? I ആണെങ്കിൽ എന്താണ് ഫേസ്? 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ Z = x + iy, നമ്മൾ തീറ്റ tan ഇൻവേഴ്സ് y/x ഇങ്ങനെയൊക്കെ പറഞ്ഞ് കോംപ്ലക്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ് ഐനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ e⁻π/2 എന്ന് എഴുതാം. 90 ഇത് cos π/2 + i sin π/2 ഇതിനെ i എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ θ1 90 എന്ന് എടുക്കുന്നത്. അപ്പോൾ θ2 എന്താണ്? -i എന്ന് പറയുമ്പോൾ എന്താണ്? -90 ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് എന്താണ്? θ1 - θ2 ആണ്, 180 ഡിഗ്രി അല്ലേ? വളരെ എളുപ്പമായിട്ട് -i എന്ന് വെച്ച് കഴിഞ്ഞാൽ e⁻ π/2 എന്ന് എഴുതാം. ഇതേ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫേസ് ഡിഫറൻസ് ആണ്. A = 1 1 - 1 1. ഇതേ കൂട്ട് തന്നെ ചെയ്യുമോ? ഡിറ്റർമിനൻറ്റ് A - λ 0 എന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് 1 - λ 1 - 1 - 1 - λ = 0. 1 - λ² + 1 = 0. 1 - λ² + -1 1 - λ = -1 λ ± i λ 1 + i ആൻഡ് 1 - i ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആർഗ്യുമെൻ്റ് കാണുമ്പോൾ എന്ത് കിട്ടും? tan ഇൻവേഴ്സ് y/x എന്ന് നേരത്തെ പറഞ്ഞോട്ട്. അപ്പോൾ എന്ത് കിട്ടും? tan ഇൻവേഴ്സ് y എന്ന് പറയുന്നത് Z = x + i ഫോമാണ്. 1/1 എന്ന് കിട്ടും. അപ്പോൾ ഇത് tan ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് π/4. ഇത് -π/4 കിട്ടും അല്ല? സെയിം നമ്മൾ ആർഗ്യുമെൻറ്റ് ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് -1/1, അതായത് tan ഇൻവേഴ്സ് -1 എന്ന് വെച്ചാൽ -π/4 ആണ്. ആർഗ്യുമെൻറ്റ് കാണാൻ നമ്മൾ എങ്ങനെയാണ്? Z = x + iയുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് ഓഫ് Z tan ഇൻവേഴ്സ് y/x അല്ലേ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കോംപ്ലക്സ് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഫേസ് ഡിഫറൻസ് എന്താണ്? ഫേസ് ഡിഫറൻസ് = ആർഗ്യുമെൻറ്റ് ഓഫ് λ1 - ആർഗ്യുമെൻറ്റ് ഓഫ് λ2, അതായത് π/4 -π/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ π/2, അതായത് 90 ഡിഗ്രിയാണ്. കണ്ടോ? ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്താം. ഇനി ബാക്കി പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.